ഹായ് ദിസ് ഒരു സാധാരണ സിനിമ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഖരം, അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് 2013 ഇറങ്ങിയ തിര എന്ന സിനിമയുടെ ഒരു സോൾ സിസ്റ്റർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഖരം. എഴുതിയിരിക്കുന്നത് നോബൽ ബാബു തോമസ്, അഭിനയിച്ചിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തെ കൂടാതെ ഓഡ്രി മിറിയം ഹെനസ്റ്റ്, രേഷ്മ സെബാസ്റ്റ്യൻ എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. എന്തിനാണ് ഇവർ അഭിനയിപ്പിച്ചിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. നോബൽ കഥ എഴുതിയത് കൊണ്ടാണോ അദ്ദേഹത്തെ അഭിനയിപ്പിച്ചത്? മലയാളത്തിൽ വേറെ നടന്മാരോ നടിമാരോ ഇല്ലേ? അതോ ബജറ്റ് കുറയ്ക്കാനാണോ അവരോട് അഭിനയിപ്പിച്ചിരിക്കുന്നത് എന്നെനിക്ക് ക്ലിയർ ആയില്ല. വിനീത് ശ്രീനിവാസൻ്റെ സാധാരണ മിക്ക പടങ്ങളും കാണുന്ന കണക്ക് അൺസൈക്കബിൾ ആയിട്ടുള്ള ഡയലോഗ്സ് ഇതിലും ഉണ്ട്. ഇതിന് തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ സെക്വൻസ് ആണ്. ജോർജിയയിലാണെന്ന് തോന്നുന്നു, ജോർജിയയിലാണ് നടക്കുന്നതായിട്ടാണ് പറയുന്നത്. ജോർജിയയാണ് ലൊക്കേഷൻ. അങ്ങനെ ജോർജിയയിൽ നടക്കുന്ന ഒരു മിലിറ്ററി ആക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ് തുടക്കം. ഫസ്റ്റ് ഷോട്ട് എന്ന് വെച്ചാൽ മാഡ് മാക്സ് ഫ്യൂറി റോഡിൻ്റെ അതേ സെയിം കോപ്പി, സൗണ്ട് ഡിസൈനിങ് കൊണ്ടും ഷോട്ട് വെച്ചിരുന്ന രീതി കൊണ്ടും മാഡ് മാക്സിന് അതേ കോപ്പി. അങ്ങനെ തുടങ്ങുന്ന മിലിറ്ററി ഓപ്പറേഷൻ എന്ന് തുടങ്ങുന്നു. പിന്നീട് നമ്മുടെ നായകൻ ദേവ് മഹേന്ദ്രൻ എന്ന നോബൽ ബാബു തോമസ്, പുള്ളി ഒരു ബംഗ്ലാവാണ് ഒരു വീട്ടാണ് താമസിക്കുന്നത്. അവിടുത്തെ ഒരു പുത്രനാണ്, ഒരു കോടീശ്വരനായ വേദനിക്കുന്ന കോടീശ്വരനായ ഒരു മകൻ. അച്ഛനോട് വെറുതെ ഒരു വൈരാഗ്യം എന്ന് വെച്ചാൽ എന്തൊക്കെ കാരണങ്ങൾ പറയുന്നുണ്ട്, വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ വേദനിക്കുന്ന ഒരു കോടീശ്വരൻ്റെ മകൻ, കോടീശ്വരൻ്റെ മകനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ കബീഷ് കബിഗമിലൊക്കെ അമിതാഭ് ബച്ചൻ താമസിക്കുന്ന കണക്കുള്ള, ഷാറുഖ് ഖാൻ താമസിക്കുന്ന കണക്കൊരു വീട്, ബംഗ്ലാവ് കണക്കൊരു വീട്. പക്ഷേ മകൻ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരനാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ തുടക്കം. നേരത്തെ പറഞ്ഞ കണക്ക് ഈ കഥയ്ക്ക് ഈ ഡയലോഗ്സ് പോയിട്ട് കഥയ്ക്ക് ഒരു അന്തമൊന്നുമില്ല. അത് വെറുതെ എന്തൊക്കെയോ കാണിക്കണം, ഇടിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ്. ഓരോരോ സംഭവങ്ങളും ആക്സിഡൻസും ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കാണിച്ചത് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആ തുടക്കം തന്നെ. പിന്നെ വലിയ ഒരു ഗുണം എന്ന് വെച്ചാൽ 2 മണിക്കൂറുള്ള പടം, 2 മണിക്കൂർ 9 മിനിറ്റ് അങ്ങനെ എന്തോ ഉള്ള പടം. അതുകൊണ്ട് ഒരുപാട് സഹിക്കേണ്ടി വരത്തില്ല, അത്രേ ഉള്ളൂ. ഈ തിരയിലെ പോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഒക്കെയാണ് ഇതിൻ്റെയും വിഷയം. എന്തിനാണ് വിനീത് ശ്രീനിവാസൻ ഇത്ര ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റ് എടുക്കുന്നത്? സബ്ജക്റ്റ് എടുത്തിട്ട് ഇത്ര മോശം അവതരിപ്പിക്കുന്നത് എന്തിനാണ്? തിരയും മോശമായിരുന്നു, ഇതും മോശമായിട്ടൊരു പടം തന്നെയാണ്. ഇത് ഒരു പുതുമുഖ നടനാണ്, അല്ലെങ്കിൽ പുതുമുഖ സംവിധായകനോ പുതുമുഖ തിരക്കഥാകൃത്തോ ഒക്കെയാണ് ഇതൊരു പ്രൊഡ്യൂസറിന്റെ മുമ്പിൽ പിച്ച് ചെയ്യുന്നതെങ്കിൽ അത് ഔട്ട്റൈറ്റ് റിജക്റ്റ് ആയി പോകും. ഇത് വിനീത് ശ്രീനിവാസൻ ആയതുകൊണ്ടും ശ്രീനിവാസന്റെ മകനായതുകൊണ്ടും വിനീത് ശ്രീനിവാസന്റെ ഒരു ബ്രാൻഡ് ഇമേജ് കൊണ്ടും ഒക്കെ തന്നെയാണ് ഇതൊക്കെ പടവായി മാറുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ പടവാകുമെന്ന് എനിക്കൊരു പിടിയുമില്ല. അത്തരത്തിലുള്ളൊരു കഥയും തിരക്കഥയും പോരാത്തതിന് വില്ലനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുമ്പത്തെ ഹെഡ് കോച്ചായിരുന്ന ഇവാൻ വുക്മാനോവിച്ച്, പുള്ളി എന്തിനാണ് വില്ലനായിട്ട് അഭിനയിപ്പിക്കുന്നത്? പുള്ളി എന്തിനാണ് അഭിനയിപ്പിക്കുന്നത്? ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ ആരുമില്ല അഭിനയിക്കാൻ. ഇനി പോട്ടെ, ഇനിയിപ്പം അങ്ങനെ കൊടുത്താൽ പോലും കഥയുമില്ല, തിരക്കഥയുമില്ല, ഒരു മണ്ണാങ്കട്ടിയുമില്ല ഇതിൻ്റെ അകത്ത്. കാരണം ഒരു അഭിനയത്താണെങ്കിൽ അഭിനയിക്കാൻ പറ്റുന്ന ആരും ഇല്ല ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഒരു പടം എന്തിനാണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് വിനീത് ശ്രീനിവാസൻ വിളിച്ചാൽ വരുന്ന ആരെ വേണമെങ്കിലും പുള്ളിക്ക് വരുത്താമല്ലോ. വിനീത് ശ്രീനിവാസന്റെ ബ്രാൻഡ് ഇമേജ് കൊണ്ടും പവർ കൊണ്ടും വിനീത് ശ്രീനിവാസന്റെ ഒരു ബലം കൊണ്ടും, അല്ലെങ്കിൽ ശ്രീനിവാസന്റെ മകൻ എന്ന ബലം കൊണ്ടും ഒക്കെ പുള്ളി ആര് വിളിച്ചാലും പുള്ളിക്ക് കൊണ്ടുവരാമല്ലോ. ടെക്നീഷ്യൻസ് സാധാരണ ടെക്നീഷ്യൻസ് ആണ് പുള്ളിക്ക് സ്ഥിരമുള്ള ഷാൻ റഹ്മാൻ, ജോമോൻ ഡിജോൺ, ഇവരൊക്കെ തന്നെയാണ് കൂടെ ഉള്ളത്. പ്രത്യേകിച്ച് പറയാനില്ല. ഈ ലൗഡ് BGM ആണ് ഷാൻ റഹ്മാന്റെ, ഭയങ്കര ലൗഡ് BGM ആണ്. അതായത് സിനിമ സ്ക്രീനിലൊന്നും നടക്കുന്നില്ല, അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ന വിധത്തിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ലൗഡ് BGM ആണ്. അത് മാത്രമാണ്. അവിടെ ഇവിടെയും ഈ ഒരു സ്ഥലകാല ബോധമില്ലാത്ത BGM, സ്ഥലകാല ബോധമില്ലാത്ത തമാശകളും, അളിഞ്ഞ തമാശകളും, ബാബുരാജിന്റെ തമാശകളും ഒക്കെ മൊത്തത്തിൽ അലങ്കോലം. ഒരു രീതിയിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത പടം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിനൊക്കെ എന്തിനാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന ആൾക്കാർ കാണാൻ? അതായത് ഒന്നാമത് ഈ പടം UA ആണ്, 16+ ആണ്. ഒരുപാട് പേര് ഇങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് വരുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റിയ പടമേ അല്ല. നിങ്ങൾ എന്തുകൊണ്ട് ഈ CBFC റേറ്റിംഗ് നോക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല. ഒരുപാട് പേര് ഒരുപാട് പടങ്ങൾക്ക് കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നതാണ്. ഇതാണ് UA ആണ്, 16+ ആണ്. അപ്പൊ എൻ്റെ അടുത്ത് 1-2 കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവരൊക്കെ എന്തിനാ ഇത് കാണുന്നത്? പിള്ളേർ കാണാൻ പറ്റിയ പടമേ അല്ല. അങ്ങനെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾക്കതൊരു വിഷയമാണ്, സബ്ജക്റ്റ്
ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആണെങ്കിൽ നിങ്ങൾ ഇതിന് വരരുത്. നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ആൾക്കാരാണ്, നിങ്ങൾ പേരന്റൽ ഗൈഡൻസ് കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളവരാണെങ്കിൽ ഇങ്ങനത്തുള്ള CBSE ഇന്ത്യ റേറ്റിംഗ്സ് നോക്കി വരിക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം ഇതിലും ഒരുപാട് റേപ്പ് സീൻസും വയലൻസും ബ്ലഡ് ഷെഡും ഒക്കെ ഉള്ളതാണ്. ദയവായി നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ ഇതിൻ്റെ റേറ്റിംഗ് നോക്കിയിട്ട് കൊണ്ടുവരിക ഓരോ പടങ്ങൾക്കും. ഇതിൻ്റെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു സ്ഥലകാല ബോധമില്ലാതെ പലതും കാണിക്കുന്നത്. അതാണ് മനസ്സിലാകുന്നത്. വിനീത് ശ്രീനിവാസൻ ഇത്ര എക്സ്പീരിയൻസ്ഡ് അല്ലേ, എത്ര പടങ്ങൾ പിടിച്ചിരിക്കുന്നു പുള്ളി. ഇതിനകത്ത് ഇടയ്ക്ക് ആദ്യം കാണിക്കുന്ന ഒരു ആക്ഷൻ സീക്വൻസിൽ ഒരു ടെററിസ്റ്റ് ആയിട്ടുള്ള വില്ലന് പീനിസിലോ ബോൾസിലോ വെടിയേക്കുന്നുണ്ട്, അങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ കിടന്ന് ചാടുവാണ്. നിനക്ക് ബോൾസിൽ ചവിട്ടല്ല കിട്ടിയിരിക്കുന്നത്, വെടിയുണ്ടിയാണ് കയറിയിരിക്കുന്നത്, എന്ന് ചാടിയിടത്ത് കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്തോ കാണിച്ചു വിട്ടുന്നതെന്ന്. അത് തമാശയുമല്ല, സീരിയസ് ആയിട്ട് കാണിക്കുന്നതാണ്. തമാശയായിട്ട് കാണിക്കുന്നതൊക്കെ അതിനേക്കാൾ ബോറാണ്. പിന്നെ ഇടയ്ക്ക് തുടക്കം ഒരു വില്ലനെ കാണിക്കുന്നുണ്ട്, ഒരു ചെറിയ വില്ലൻ, ചോട്ടാ വില്ലൻ. പുള്ളി കൊള്ളാം. പുള്ളിയുടെ അഭിനയവും പുള്ളിയുടെ ആക്ഷനും ഒക്കെ കലക്കൻ. പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ കലക്കൻ അഭിനയമായിരുന്നു, കലക്കൻ ആക്ഷനുമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഗുണമെന്നൊക്കെ പറയാൻ പറ്റുന്നതൊക്കെ ഈ സിനിമയിൽ അത് മാത്രമേ ഉള്ളൂ. 0 out of 5 for Karan. Thanks for watching. Bye.